ഓ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, മുറിയിലോട്ട് പോയാട്ടെ. ഇന്നിപ്പോൾ കല്യാണ ദിവസമല്ലെന്നാ പുള്ളിക്കാരൻ പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെന്നാട്ടെ, മുറിയിലേക്ക് ചെന്നാട്ടെ. തത്തമ്മ, എന്നതാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഈ ഒരു വിവാഹം നടന്ന ഈ കുടുംബത്തിലെ മറ്റാർക്കും അറിയില്ല. മോഹങ്ങളൊക്കെ ആവാം, ഞാൻ പറഞ്ഞിട്ട്. എന്നാത്തിനാ കരയുന്നത്? എന്നതാ? മോഹം കൊണ്ട് കഴുത്ത് നീട്ടി കൊടുത്തതാണോ ഞാൻ? എന്നാത്തിനാ ഞാനിതിന് സമ്മതിച്ചായ? എന്റെ കുഞ്ഞിനെ വിട്ടുതരാന്ന് പറഞ്ഞപ്പോ അവന്റെ സ്ഥിതി എന്താണെന്ന് ഇച്ചാൻ അന്വേഷിച്ചോ? എന്നതാ? ഇച്ചാനെ കുറ്റപ്പെടുത്തല്ല. ഇച്ചാന്റെ മണ്ണിലേക്ക് അവൻ കടന്നു കയറുന്നത് അവന്റെ ധിക്കാരം തന്നെ. എന്നതാടി പറ. ഇച്ചാൻ തന്നെ വന്ന് എന്നതാടോ അവന്? നമ്പൂരിച്ചന് തലയ്ക്ക് എന്നതോ. എന്നതാ? ഭ്രാന്ത? ഓർമ്മ പോകുന്നെന്നോ, ആളെ തിരിച്ചറിയുന്നില്ലെന്നോ, കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നോ ഒക്കെ. എന്നാ പിന്നെ ആ കാഴ്ച ഒന്ന് കാണണമല്ലോ വത്തിക്കാനെ. എന്നതാ? എന്നതാ മോനെ പറ്റി? എന്നാ രോഗമാ? എന്നെയും മനസ്സിലാകുന്നില്ലയോ? തത്തമ്മ, ഇനിയെങ്കിലും അങ്ങനെ വിളിക്കരുതെന്ന് പറ മോനോട്. നാട്ടുകാർ കേട്ടാ എന്നാ വിചാരിക്കും? എന്നാലും ഓർമ്മ പോവുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെ. തത്തമ്മോ, എന്നെ കൊണ്ടാവുന്ന പ്രതിവിധിയൊക്കെ ഞാൻ ചെയ്തില്ലയോ? ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചില്ലയോ? വേറെ ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യാനാ? കർത്താവേ, എന്നതൊക്കെ ആയാലും എന്നെ മറക്കുന്നില്ലല്ലോ. അത് തന്നെ വലിയൊരു ഭാഗ്യം. സൂസന്നെ, എന്നതാ? കാലക്കി സൂസന്നെ, കാലക്കി. ആര്? ഞാന്. എവിടെയായിരുന്നു 2 ദിവസം? ഒരു മൊബൈല് വാങ്ങിക്കാൻ പറഞ്ഞാ കേക്കില്ല. നാട്ടില് പിച്ച തെണ്ടുന്നവന്റെ കയ്യിൽ വരെയുണ്ട് മൊബൈല്. ലാസ്റ്റ് ബസ് എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ചു ഓടി. അവസാനം ഓട്ടോ പിടിച്ച് 10-30 രൂപ കയ്യിൽ നിന്ന് പോയി കിടക്കുമ്പോഴാ നീ അങ്ങോട്ട് ഇരുന്നേ. ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഹോ, വടക്കോട്ടൊരു യാത്രയായിരുന്നു. എന്നതായാലും വെറുതെ ആയില്ല. പഴയ ഇല്ലങ്ങള് ചുളു വിലയ്ക്ക് 1-2 കച്ചവടമാക്കി. പൊളിച്ചോണ്ട് വന്ന് മറിച്ചു വിറ്റാലേ ദേ ദേ. തറവാട്ടിലോട്ട് ചെന്ന് നോക്ക്. ഇല്ലത്തുള്ളവർ ഇങ്ങോട്ട് താമസം മാറ്റിയിട്ടുണ്ട്. ആനിയെ ആനിയുടെ നമ്പൂതിരെയും അപ്പൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് ആനയിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെയാ സ്ഥിരതാമസം എന്നാ കേട്ടത്. അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിത്തരിക്കാതെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ. ഞാൻ ചെയ്യും, കാണിച്ചു തരാം ഞാൻ. ഞങ്ങള് 4 മക്കളെ ഉള്ളൂവെന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാ അപ്പൻ. പിന്നെങ്ങനെ ആനി? ഇനി
അപ്പോ ഡേവിച്ചിനും കൂടി വന്ന ആ ഡേവിച്ചനും വന്നിരുന്നു. അവനും ഇവിടെ കൂടുന്നാ തോന്നുന്നേ. ആ ദേ വരുന്നുണ്ട്. ആ ത്രിമൂർത്തികളെ അപ്പനും വത്തിക്കാനും തത്തമ്മേ രാവിലെ പോയിട്ട് വൈകിട്ടാ തിരിച്ചു വന്നത്. ഡേവിച്ച് നിന്നിട്ട് എന്നാ പറഞ്ഞു? ഡേവിച്ചൻ അപ്പനോട് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിട്ടാ പോയത്. കയ്യേറ്റ നടന്നില്ലെന്നേ ഉള്ളൂ. ഇത്തിരി കലക്കി കൊടുത്തിട്ടെങ്കിലും എങ്ങോട്ടാ രാവിലെ കെട്ടിയെടുത്തേന്ന് ചോദിച്ചറിയേ. പിന്നെ ഇപ്പോ ഞാനതൊക്കെ ശരിയാക്കി തരാം. തത്തമ്മായിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞ ഇനി സ്ഥലം വല്ലതും അയ്യോ! എന്നാ പറ്റി? എന്നതാ വത്തിക്കാനെ? ആനിയുടെ ഭർത്താവോടെ സ്ഥിരതാമസമാക്കിയോ? ഒന്നും കാണാതെ അപ്പം സമ്മതിക്കത്തില്ലല്ലോ. അല്ല വത്തിക്കാനെ, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞോ? തത്തമ്മയുടെ പേരിൽ തറവാട് എഴുതി കൊടുത്തോ? ഏയ് അതെങ്ങനാ സൂസന്നെ നമ്മളറിയാതെ? പിന്നെ ഇവര് 3 പേരും കൂടി ടൂറ് പോയതാണോ? അപ്പനത് രജിസ്റ്റർ ചെയ്ത് കാണും അല്ലയോ വത്തിക്കാനെ? എങ്ങോട്ടാ 3 പേരും കൂടി പോയത്? വത്തിക്കാനെ, വത്തിക്കാനെ, ഇയാക്കിത് എന്നാ പറ്റി? പതിവ് പോലല്ലല്ലോ. ഇതിലെന്തോ ഒരു കൊനഷ്ട കാണും. മാഡം, ആ രാജ, എന്താ മാഡം? നാളെ ഒന്നുകൂടി മൂന്നാർ പോകേണ്ടി വരും. ഒരു 9:30 ആകുമ്പോൾ എന്നെ വിളിക്കേ. ശരി മാഡം. നീ എന്താ ഇവിടെ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ ഇങ്ങോട്ട് പോന്നു. നീ ഒറ്റയ്ക്കാണോ? ഞാനും എന്റെ ഭർത്താവും ഉണ്ട്. ദത്തമ്മായി, അപ്പന്റെ അനുവാദത്തോടെയാണോ ഇത്? മത്സ്യമെടുത്തേ, ഇത് എന്റെയും കൂടി വീടല്ലേ? നിന്റെ വീടോ? വത്സഭയോടൊപ്പം മലയക്കുന്നിൽ എന്ന പേര് പോലും വെക്കാൻ പറ്റാത്ത വിധം നാറ്റിച്ചവളല്ലേ നീ? കന്യാസ്ത്രീയാവാൻ നേർന്നിട്ടും ഒരുത്തനെ കയറി പ്രേമിച്ചു. എന്തിന്? കർത്താവിനെ സഭയെ ഞങ്ങളെയൊക്കെ വഞ്ചിച്ചിട്ട് കന്യാസ്ത്രീയായി നീ. ഒടുവിൽ കന്യകത്വം തെളിക്കാൻ വേണ്ടി കോടതി കയറേണ്ടി വന്നു നിനക്ക്. ആ കേസ് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒതുക്കി തീർത്തത് എങ്ങനെയാണെന്ന് അറിയോ നിനക്ക്? അറിയോടി? എന്നിട്ട് കയറി വന്നിരിക്കുന്നു ആ കള്ളന്റെ കൈയും പിടിച്ച്. തത്തമായി, അപ്പം പൊറുത്താലും വത്സം ഇത് പൊറുക്കത്തില്ല.
അപ്പാ അപ്പാ എന്നതാടി? ഓ അത് ശരി. അവളുടെ കാര്യം ആനയും അവളുടെ കെട്ടിയോനെയും ഇവിടെ കണ്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലയോ? അതെന്താ നിസാര കാര്യ? അല്ല, നിസാര കാര്യമല്ല. നമ്മുടെ തറവാടിനെ മൊത്തം അപമാനിച്ച പെണ്ണാവള്. എന്നിട്ടും അവളും അവളുടെ ഈ വിഷയത്തെ പറ്റി ഞാൻ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപലപിക്കുന്നു, അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നതാ, മതിയോ? സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലപ്പാ ഇത്. എടേ, ഒന്നും കാണാതെ നിന്റെ അപ്പൻ ഇങ്ങനൊരു കാര്യം ചെയ്യലെന്നറിയാലോ. തൽക്കാലം അങ്ങ് സഹിക്കേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ. ഇവിടുത്തെ പ്രശ്നം ഒരിക്കലും തീരില്ല. ഇനി മറ്റേ പിശാച് കൂടി വരുമ്പോ എല്ലാം പൂർണ്ണമായിക്കോളും. ഞാനുടനെ MLA ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറും. ഓ ആയിക്കോട്ടെ. അടെ ഏത് പിശാച് വരുന്ന കാര്യമാണ് നീ പറയുന്നേ? അലോന. ലൂക്കോച്ചും വിളിച്ചിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. SIയോട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. എന്നാ കാര്യത്തിന്? എന്നാ റെക്കമെൻഡേഷൻ? അലോനെ എവിടെയോ കണ്ടെന്നോ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ കണ്ടെന്നാ? ടിവിയിലൊന്നും ഉണ്ടായിരുന്നില്ലേ എറണാകുളത്ത് പുഞ്ചിരിക്കായലിൽ തോണി മറിഞ്ഞ കാര്യം? ഒരു കുട്ടി പ്രവചിച്ചില്ലേ തോണി മറിയുന്ന കാര്യം? അത് അലോനയാണോന്ന് ലൂക്കോയ്ക്ക് സംശയമുണ്ട്. ആ എന്നതായാലും ലൂക്കോച്ചൻ വരുന്നുണ്ട്. ഡോക്ടറെ, MLAയോ മിനിസ്റ്ററോ ഒക്കെ വിളിച്ചിട്ട് എന്താ കാര്യം? കൊച്ചിനെ ഞങ്ങൾ എവിടെ നിന്ന് തരാനാ? അതല്ല സർ, ചെറിയൊരു ഡൗട്ട്. സംശയ ആക്സിഡന്റലി ഫാദറിലോ ഈ ന്യൂസ് കണ്ടത്. എറണാകുളം ഭാഗത്ത് എവിടെയോ ബോട്ട് മറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അതേതാടോ? സർ, അത് പുഞ്ചരിക്കായില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച. ഹാ, അത് 10-20 വയസ്സുള്ളൊരു പയ്യനല്ലേ? അതെ, പക്ഷെ സർ ഫാദറിലോ പറഞ്ഞതാണ് അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ബോട്ട് മറിയുന്ന ആ കുട്ടി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ന്യൂസിലുണ്ടായിരുന്നു സർ. വള്ളം മുങ്ങും, അതിൽ കയറണ്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു അത്രേ. ഓഹോ, അതുകൊണ്ട് എന്റെ മകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സർ. അവള് ഇടയ്ക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന ഒരു സിക്സ് സെൻസ്. ആ വെറുതെ ഒരു പ്രതീക്ഷ സർ, എന്റെ മകളാണോന്ന്. ഹാ, അതെങ്ങനെയാ നിങ്ങളുടെ മകളാകുന്നത്? എന്റെ ഫീലിംഗ് സാറൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കണമല്ലോ. MLA ഒക്കെ വിളിച്ചു പറയുമ്പോ. ആ സുധീറേ സർ, ഇക്കാര്യത്തിൽ നമ്മളിപ്പോ 1 മിനിറ്റ്. ഹലോ മാഡം. ഷുവർ മാഡം. ആ ഡോക്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഞങ്ങളിത് പുറപ്പെടുകയായി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലേ? അതെ സർ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല സർ. ഡോക്ടർ നമ്മളെ വെറുതെ. പലതും മുൻകൂട്ടി പറയാനുള്ള ഒരു പ്രത്യേക കഴിവെൻ്റെ മകൾക്കുണ്ട്. അതത്ര കോമൺ അല്ലല്ലോ. അതുകൊണ്ട് സർ ചെറിയൊരു ഹോപ്പ്. ഡോക്ടറെ, ഈ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കി എനിക്കും പറയാം ഈ ജീപ്പ് ഇപ്പൊ ഇടിക്കുമെന്ന്. അതും ഒരു പ്രവചനമാണ്. പോലീസ്. പോലീസാ? ഇത് നമ്മുടെ SI അല്ലല്ല. കോടക്കരേനെ പൊക്കാനായിരിക്കും.
ആ ഡോ ഇനി വന്നേ. കുറച്ചു ദിവസം മുമ്പ് ഇവിടെ ഒരു തോണി മറിഞ്ഞില്ലേ രാത്രിയില്? ഓ എവിടെ വെച്ചിട്ടാ അത്? അക്കരയ്ക്ക് പോണ വഴിയാണ്. അക്കരെ മഞ്ചമേരി എന്ന് പറയണ ഒരു ശവപ്പെട്ടിക്കാരിയുണ്ട്, അവരുടെ വീട്ടിലാണ്. അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? അതാരാണെന്ന് നമ്മക്കറിയത്തില്ല. ഇതിനു മുമ്പ് ആ കൊച്ചിനെ ഇവിടെ ആരും കണ്ടു. ഈ ശിവൻകുട്ടിയാണെന്ന് ശരിക്കും കണ്ടത്. താൻ ആ കുട്ടിയെ ശരിക്കും കണ്ടായിരുന്നോ? രാത്രിയല്ല സാറേ, ആ കൊച്ചു പറയുന്ന കേട്ടായിരുന്നു. വള്ളം മുങ്ങും വള്ളം മുങ്ങും. യെസ് സർ. ഇത് മാത്രം തെളിവാക്കിയെടുക്കാൻ പറ്റുമോ ഡോക്ടറെ? നിങ്ങളുടെ മകൾ ഇവിടെ വന്ന് പെടാൻ ഒരു സാധ്യതയില്ല. ഇനിയിപ്പോ തോണി കയറിയിട്ട് വേണം അക്കരെ പോവാൻ. സമയം കളയാതെ ഡോക്ടർ വന്നട്ടെ, നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒരു കുട്ടിയെ ഈ നാട്ടില് നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? ഇല്ല സാറേ. സർ, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ പോയി അന്വേഷിച്ചോളാം. അതെന്നാ പണിയാ ഡോക്ടറെ? എന്നിട്ട് MLA വിളിച്ച് പറയാനല്ലേ ഞങ്ങൾ തീരെ സഹകരിച്ചില്ലെന്ന്? നോ സർ, നെവർ. താങ്ക് യു വെരി മച്ച്. ഇത്രയും സഹകരിച്ചല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, വരൂ. ആ നിന്ന് ചന്തം നോക്കാണാ? വേണമെങ്കി മേടിച്ചോണ്ടും പോ, നിന്ന് പെശങ്ങാണ്ട്. മേരിക്കത് ഇഷ്ടപ്പെടുകയില്ല കേട്ടാ. പെട്ടെന്നല്ല ഇങ്ങനെ ഒരു അത്യാഹിതം. മേരിയേ, 500 രൂപ കുറവാണ്. എടുത്തോണ്ട് പോട്ടെ, ചത്തേനെ അടക്കാനല്ലേ. നമ്മ എന്നത്തിനാണ് ഇനി കാശുണ്ടാക്കണത്? എന്തെങ്കിലും ചെയ്ത് ജീവിക്കണം എന്നല്ലാണ്ട്. ആ എടുത്താണ്ട് പോയിക്കോളി. മേരിയേ, ഇങ്ങോട്ട് ആരണ്ടൊക്കെ വരണുണ്ടല്ല. ആ വരട്ട്. ആരായി മഞ്ചമേരി? നമ്മാണ്. മഞ്ച വേണ. ആരാണ് ചത്തത്? ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നാ. അതുകൊണ്ട് എന്താണ്? പോലീസിലെ ആളുകൾ ചത്ത അടക്കം ചെയ്യാണ്ട് വെക്കുവാ? ഒന്നേ ഒരു കാര്യം ചോദിക്കട്ടെ.